ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കിഡിലൻ ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഇതാ കുറച്ചധികം വലുപ്പത്തിലുള്ള 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 2 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം ചെറിയതാക്കിയിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്തിട്ട് നന്നായി വേവിച്ച് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേഗത്തിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും അതുപോലെ ഇതാ ഇഞ്ചി പച്ചമുളക് കേട്ടോ. ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയിലേക്ക്. അപ്പോൾ അത് സവാളൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ബീഫ് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഈ 2 മസാല ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി ഇതാ ഉടച്ച് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിരുന്നുണ്ടോ, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കേട്ടോ. നമ്മളെ സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നമ്മുടെ മസാലകളെല്ലാം ഒന്ന് കറക്റ്റായി കിട്ടണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ മല്ലിയിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മസാല ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം വേണ്ട നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതാ 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക്, നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന റസ്ക് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് റസ്ക് പൊടിച്ചതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ചൂടാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ മസാല അതാ ഒരു മീഡിയം സൈസിൽ കേട്ടോ, ഈ ഒരു വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബോളാക്കിയതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ സെൻറ്ററിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. നമുക്കൊരു കറക്റ്റ് ഷേപ്പ് കിട്ടിക്കോളും. ഇനി നമുക്കിതാ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാ റസ്ക് പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതുപോലെ തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ടേസ്റ്റ് സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.